ബി.ജെ.പിയുടെ ഉയർച്ചയിൽ വിറച്ച് CPM. പതിറ്റാണ്ടുകളായി CPM കൈവശം വച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് CPM ഇനിയും മുക്തമായിട്ടില്ല. ബി.ജെ.പി ആദ്യമായി ഭരണത്തിലേറുന്ന നഗരിയിൽ നേരിട്ട രാഷ്ട്രീയ പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമമായാണ് ഇപ്പോഴത്തെ നിയമ നടപടികളെയും ആരോപണങ്ങളെയും വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പി ഭയന്നാണ് CPM കോടതിയിൽ അഭയം തേടുന്നതെന്ന വിമർശനം ശക്തമാകുന്നു. മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം നടന്നുവെന്ന് ആരോപിച്ച് CPM നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയുമാണ്. സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങൾ ചട്ടം ലംഘിച്ചുവെന്നാണ് CPMന്റെ പരാതി. വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യവും CPM മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ രാഷ്ട്രീയമായി പരാജയപ്പെട്ടതിൻ്റെ അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകടമാകുന്നത്. കേവല ഭൂരിപക്ഷമായ 51 എന്ന മാജിക് സംഖ്യ സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടെ ബി.ജെ.പി നേടിയെടുത്തു. പാറ്റൂർ രാധാകൃഷ്ണനാണ് ബി.ജെ.പിക്ക് പിന്തുണ നൽകിയ സ്വതന്ത്രൻ. V.V. രാജേഷും ആശാനാഥും യഥാക്രമം മേയറും ഡെപ്യൂട്ടി മേയറുമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനന്തപുരിക്ക് അഭിമാന നിമിഷമാണ്. ഇടത് ഭരണത്തിന് ശേഷം ബി.ജെ.പി ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ശക്തമായ വെല്ലുവിളികൾ ഉയരുമെന്നത് ഉറപ്പാണെങ്കിലും അത് മറികടക്കാൻ കഴിയുന്ന നേതൃത്വമാണ് മുന്നിലുള്ളത്. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടപ്പിലാവുകയാണ്. 1940 ഒക്ടോബർ 30 രൂപം കൊണ്ട കേരളത്തിൻ്റെ ആദ്യ കോർപ്പറേഷനിൽ ആദ്യമായി ബി.ജെ.പിക്ക് മേയർ പദവി ലഭിക്കുന്നത് ഒരു ചരിത്ര നിമിഷമാണ്. CPMന് കോർപ്പറേഷൻ കൈവിട്ടുപോയത് തുടർച്ചയായ അഴിമതി ഭരണത്തിൻ്റെ ഫലമാണെന്നാണ് വിലയിരുത്തൽ. താൽക്കാലിക നിയമനങ്ങളെല്ലാം പാർട്ടി അനുഭാവികളായി മാറിയതും പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വരെ ആൾമാറാട്ടത്തിലൂടെ കൈക്കലാക്കിയതുമെല്ലാം CPMനെ പിന്തുടരുകയാണ്. ഇവയെല്ലാം പുറത്തു വരുമെന്ന ഭയമാണ് ഇപ്പോഴത്തെ നിയമ പോരാട്ടത്തിന് പിന്നിൽ. ഇതിനിടയിലാണ് തിരുവനന്തപുരം മേയർ V.V. രാജേഷിന് ആദ്യത്തെ ഔദ്യോഗിക പരാതി ലഭിച്ചിരിക്കുന്നത്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പ്രവർത്തിച്ചിരുന്ന കാലത്തെ അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ കോൺഗ്രസ് കൗൺസിലർ ശ്രീകുമാറാണ് പരാതി നൽകിയത്. SST ഫണ്ട് തട്ടിപ്പ്, പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ലിസ്റ്റ് ഉപയോഗിച്ചുള്ള പിൻവാതിൽ നിയമനങ്ങൾ, കെട്ടിട നികുതി തട്ടിപ്പ്, വാഹന ഇൻഷുറൻസ് മെയിൻ്റനൻസ് തട്ടിപ്പ് തുടങ്ങിയവയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി ഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പിക്ക് കൈവശമാകാൻ വഴിയൊരുക്കിയതെന്ന ആരോപണം ഇപ്പോൾ രാഷ്ട്രീയമായി ശക്തമാവുകയാണ്. അഴിമതി ആരോപണങ്ങളും ഭരണപരാജയവും ഒരുമിച്ച് നേരിടുന്ന CPM ബി.ജെ.പി ശക്തി പ്രാപിക്കുന്നത് തടയാൻ നിയമവഴികൾ തേടുകയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലും ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയും ബി.ജെ.പിക്ക് കരുത്താകുമ്പോൾ CPM ഭയത്തിലാണ് നീങ്ങുന്നതെന്നത് തള്ളിക്കളയാനാവില്ല. സാഗ് ന്യൂസ്, ട്രിവാൻഡ്രം.